മുന്നിൽ കണ്ട് അധികാരം പിടിക്കുന്നതിനായി മാത്രം കരുക്കൾ നീക്കുന്നതിന് ഒരു പാർട്ടിയെയും ആരും കുറ്റം പറയില്ല. അധികാരം പിടിക്കുന്നതിനായി ആരോടും കൂട്ടുകൂടുന്നതിനും ആരെയും കുരുതി കൊടുക്കുന്നതിനും മടിയില്ലാത്തവരുടെ കാലമായിട്ടുണ്ട്. 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. മൂന്നാം ഊഴം നേടുന്നതിനായി CPM കേരളത്തിൽ മൂന്നാം ഊഴം കിട്ടേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന്റെ വിഷയമായി അവരുടെ മധുര കോൺഗ്രസ് വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാ അധികാര അവകാശങ്ങളും നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ താളത്തിന് തുള്ളുകയാണ് പാർട്ടി. അദ്ദേഹം കൃത്യമായ ലക്ഷ്യങ്ങളോടെ കരുക്കൾ നീക്കുന്നു. മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തീ തുപ്പുന്ന വാക്കുകൾക്ക് പോലും ന്യായീകരണം കണ്ടുകൊണ്ട് മൂന്നാം വട്ടവും പിണറായി കേരളം ഭരിക്കും എന്ന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് പിണറായി സ്വന്തമാക്കി. പിറ്റേയാഴ്ച പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുന്ന NSS നേതാവ് സുകുമാരൻ നായരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അങ്ങനെ വോട്ട് ബാങ്കുകളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ട എല്ലാ കരുക്കളും അദ്ദേഹം നീക്കി തുടങ്ങി. 2026 ഞങ്ങളെ ജയിപ്പിച്ചാൽ 2031 നിങ്ങളെ ജയിപ്പിക്കാം എന്ന കരാർ CPM-ഉം BJP-യും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് K മുരളീധരൻ പറയുന്നത് ശരിയാകണമെന്നില്ല. പക്ഷെ 2026 കൂടി കോൺഗ്രസ് തോറ്റാൽ കാര്യങ്ങൾ അവിടെയെത്തും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് കോൺഗ്രസിനും ജീവൻ മരണ പ്രശ്നം തന്നെയാണ്. കേരള നിയമസഭയിൽ 1967 ശേഷം കോൺഗ്രസിന്റെ കക്ഷിനില ഇത്രയും ദയനീയമായ കാലം ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിന് അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണിക്ക് എന്ന കാലം കഴിഞ്ഞു. കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന കാലവും പോയി. ഇത്തരം നിഷേധ വോട്ടുകൾക്കടക്കം അവകാശം പറയുവാൻ വേറൊരു പാർട്ടി കൂടി ശക്തമായി രംഗത്തുണ്ട്. അവർ വോട്ട് പിടിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി തന്ത്രങ്ങൾ ഉണ്ടാക്കണം, കളിക്കണം. കോൺഗ്രസും UDF-ഉം ശക്തമാകണം. അതിനുള്ള പുതിയ നീക്കങ്ങൾ ഒന്നും കാണാനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 63 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സതീശൻ തയ്യാറാക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന പ്രവൃത്തി രേഖ അവതരിപ്പിക്കാൻ പോലും സാധിച്ചില്ല. അത്ര ദുർബലമാണ് നേതൃത്വം. 1964 കേരളത്തിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് ഇങ്ങനെ യാഥാർത്ഥ്യബോധം ഇല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് 1967 9 സീറ്റിൽ എത്തിയത്. അവിടെ നിന്നും കുതിച്ചുയരാൻ സാധിക്കുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. ബദലില്ലാത്ത പ്രവർത്തകരെ ഉണർത്തിയാൽ മതിയായിരുന്നു. ഇന്ന് ബദലുണ്ട്. കോൺഗ്രസ് ദുർബലമാകുന്നതിനനുസരിച്ച് അവർ ശക്തരാകും. ചോർന്നു പോകുന്നവരെ തിരിച്ചുകിട്ടാൻ സാധ്യത കുറവാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതിയിലെത്തും കേരളത്തിലെ കോൺഗ്രസും. കോൺഗ്രസിലെ ധാരാളം പേർ BJP-യിലെത്തും. കോൺഗ്രസ് മുന്നണിയിലെ ഘടകകക്ഷികളിൽ പലരും BJP മുന്നണിയിലും എത്തും. അത്തരം ഒരു നിർണായക പോരാട്ടത്തിന്റെ തലേന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നേതൃത്വ വിവാദം ഉണ്ടാക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കുവാനുള്ള രാഷ്ട്രീയ വിവേകം കോൺഗ്രസ് ഹൈക്കമാൻഡിന് പോലും ഇല്ല എന്ന് തെളിഞ്ഞു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള കുട്ടികൾ പറഞ്ഞു ഈ കളി ആപത്താണ്. ബംഗാളിലെ കോൺഗ്രസ് നേതാവായിരുന്ന പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഹൃദയം കവർന്ന് അദ്ദേഹത്തെ വിവാഹം ചെയ്ത് പാർട്ടി പദവികളിൽ എത്തിയ കലാകാരിയായിരുന്ന ദീപാദാസ് മുൻഷി അവർ ബംഗാളിലെ കോൺഗ്രസിനേക്കാൾ ദയനീയമായ നിലയിൽ കേരളത്തിലെ പാർട്ടിയെ എത്തിക്കുമോ എന്ന് സംശയിക്കുന്നവർ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഏറെയുണ്ട്. കേരളത്തിലെ പോരാട്ടം ജയിക്കുന്നതിന് സാമ്പത്തികമായ വല്ല സഹായവും അല്ലാതെ ഒന്നും ചെയ്യാനാവുന്ന ഹൈക്കമാൻഡ് അല്ല ഇന്ന് കോൺഗ്രസിനുള്ളത്. നെഹ്റുവിനെ പോലെയോ ഇന്ദിരയെ പോലെയോ ഉള്ള ജനനേതാക്കൾ അവിടെയില്ല. ഖാർഗെ എന്നല്ല രാഹുലോ പ്രിയങ്കയോ സോണിയോ പോലും വരുന്നു എന്ന് പറഞ്ഞാൽ ജനം ഇളകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ജയവും തോൽവിയും തീരുമാനിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ തന്നെയാവും. BJP ഭരണം വരും എന്ന ഉമ്മാക്കി കാട്ടി വോട്ട് നേടാനാവില്ല. പിണറായി വീണ്ടും വരും എന്ന ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം മാത്രമാണ് അനുകൂലമായുള്ളത്. അത് വോട്ടാക്കി മാറ്റണമെങ്കിൽ ശക്തമായ നേതൃത്വം വേണം. നേതൃത്വ നിരയിൽ വരുത്തുന്ന ഏത് മാറ്റവും പാർട്ടിയുടെ ജയപരാജയങ്ങളെ കാര്യമായി ബാധിക്കും. കേരളത്തിലെ കോൺഗ്രസിൽ നല്ല വേരോട്ടമുള്ള K മുരളീധരനെയും
രമേശ് ചെന്നിത്തലയെയും പോലുള്ള നേതാക്കന്മാരുടെ അഭിപ്രായം പോലും പരിഗണിക്കാതെ KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റിയത് ആപത്തുണ്ടാക്കാനാണ് സാധ്യത. ആരെയെങ്കിലും ഒതുക്കിയാൽ തങ്ങൾക്ക് രക്ഷപ്പെടാൻ ആവും എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാവും. 2021 മാണി ഗ്രൂപ്പിനെ കളഞ്ഞത് ഇത്തരം ചിന്തയിലായിരുന്നു. ദുരന്തമായില്ലേ ഫലം? ഒരു നേതാവ് തന്നെ കൽപ്പാന്ത കാലത്തോളം പാർട്ടിയിലും സർക്കാരിലും പദവികൾ വഹിക്കുന്ന രീതി നല്ലതല്ല. പുതുമുഖങ്ങൾക്ക് കടന്നുവരാൻ ആവാതെ വരും. അവരുടെ പ്രതീക്ഷ നശിക്കും. അതിനുള്ള പോംവഴി ഓരോ പദവിക്കും കാലാവധി ഏർപ്പെടുത്തുന്നതാണ്. 3-5 വർഷം. അത് കഴിയുമ്പോൾ മാറണം. എല്ലാവരുടെയും കാര്യത്തിൽ ഈ നയം കർശനമാക്കണം. പാർട്ടി പദവികൾ മാത്രമല്ല, പാർലമെന്ററി പദവികളും അങ്ങനെ വേണം. 9 തവണയായി MP ആകുന്ന നേതാക്കന്മാർ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ആപത്ത് ചില്ലറയല്ല. 2 ടേം കഴിഞ്ഞാൽ സീറ്റ് കൊടുക്കില്ല എന്ന് നിർബന്ധം പിടിക്കണം. അല്ലാതെ ഹൈക്കമാൻഡിനോ അവിടെ സ്വാധീനമുള്ള ആർക്കോ ഇഷ്ടക്കേട് തോന്നുമ്പോൾ നേതൃമാറ്റം വരുത്തുന്നത് അപമാനിക്കലാണ്. സുധാകരനെ വെട്ടാൻ തയ്യാറാക്കിയ പദ്ധതിക്ക് ഒരു കപട ആവരണം ഉണ്ടാക്കി. കോൺഗ്രസുമായി ഇപ്പോൾ മാനസികമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവരെ ആകർഷിക്കുവാൻ ഒരു കത്തോലിക്കനെ KPCC പ്രസിഡന്റ് ആക്കണം. വേണുഗോപാലിനല്ല, റോബർട്ട് വാദ്രയ്ക്കാണെന്ന് പറയുന്നു. കേരളത്തിൽ പാർട്ടി അധ്യക്ഷനായി പ്രതിഷ്ഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെയോ സഹായിക്കാൻ കണ്ടെത്തിയ ഒരു നിർമ്മിതി മാത്രമാണ് ആ വാദം എന്ന് ഏതാണ്ട് കൃത്യമായി. ക്രൈസ്തവർക്ക് ഇപ്പോൾ അത്തരമൊരു വാദം ഇല്ലെന്ന് അവർ തന്നെ പറയുന്നു. വഖഫ് പോലുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന മതേതരമല്ലാത്ത നിലപാടുകളാണ് അവരുടെ വിഷയം. വഖഫ് നിയമ ഭേദഗതിയെ പാർലമെന്റിൽ പിന്താങ്ങണം എന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാരോട് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘവും ഭാരതത്തിലെ മെത്രാൻ സംഘവും ആവശ്യപ്പെട്ടിരുന്നു. ഇടത് വലത് മുന്നണികളിൽപ്പെട്ടവർ ഒന്നുപോലെ ആ ആഹ്വാനം തള്ളി. ആ സമീപനം പല കത്തോലിക്കരെയും മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലടക്കം കേരളത്തിലെ ക്രൈസ്തവർക്കുള്ള ഉടക്ക് പരിഹരിക്കുന്നതിനായി ക്രൈസ്തവനായ ഒരു KPCC പ്രസിഡന്റിനെ നിയോഗിക്കാം എന്ന് കണ്ടെത്തിയ തല വല്ലാത്തതു തന്നെ. ആദ്യം ഒരു ക്രൈസ്തവനെ എന്നായിരുന്നു പ്രചരണം. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ശക്തനായിരുന്ന ബെന്നി ബെഹനാൻ വന്നു. അദ്ദേഹമാണ് ആരോടും ചോദിക്കാതെ മാണി ഗ്രൂപ്പുകാരെ പണ്ട് ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്താക്കിയത്. 2020 ജനുവരിയിൽ സീറോ മലബാർ മെത്രാൻ സിനഡ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന പ്രസ്താവന ഇറക്കിയപ്പോൾ ഫെബ്രുവരിയിൽ ലോക്സഭയിൽ ചോദ്യം ചോദിച്ച് അങ്ങനെ ഒന്ന് ഇല്ല എന്ന് ഉത്തരം മേടിച്ച ബെന്നി ബെഹനാനാണ് പോലും ക്രൈസ്തവരെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള നോമിനി. സമുദായത്തെ കുറ്റം പറഞ്ഞ് മറ്റു സമുദായങ്ങളുടെ നല്ല പിള്ള ആകുന്ന ക്രൈസ്തവ നേതാക്കളും ക്രൈസ്തവ പ്രാതിനിധ്യത്തിൽ വല്ലതും നേടാൻ കളത്തിലുണ്ട്. കോൺഗ്രസിന്റെ ക്രൈസ്തവ സമുദായ സ്നേഹം ധാരാളം തെളിവുകൾ ഉള്ള ചരിത്രമാണ്. 1957 വിമോചന സമരം നയിച്ച പ്രതിപക്ഷ നേതാവ് PT ചാക്കോയെ 1960 മുഖ്യമന്ത്രിയാക്കാതെ വെട്ടിയ കാലം മുതൽ അത് കത്തോലിക്കർക്കറിയാം. സുധാകരൻ അധ്യക്ഷനായ ഇപ്പോഴത്തെ സംവിധാനത്തിൽ സംവരണം പോലെ ക്രൈസ്തവർക്ക് ഉണ്ടായിരുന്ന വർക്കിംഗ് പ്രസിഡന്റ് പദവി പോലും ഇപ്പോൾ ഇല്ല. PT തോമസിന്റെ മരണശേഷം ആരെയും ആ പദവിയിലേക്ക് വെച്ചില്ല. എല്ലാവർക്കും സ്വീകാര്യനായ ജോസഫ് വാഴക്കൻ വരുന്നു എന്നൊക്കെ പ്രചരണം വന്നു, നടന്നില്ല. അതാണ് കത്തോലിക്ക സമുദായ സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം. ക്രൈസ്തവരിൽ വലിയ വിഭാഗത്തിന് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനത്തോട് തീരെ യോജിപ്പില്ല എന്നത് സത്യമാണ്. ചിലർ അതിനെ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. പാലസ്തീൻകാർക്ക് പിന്തുണയുമായി ബാഗും തൂക്കി നടന്നവർ പഹൽഗാമിൽ നടന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒന്നും കൊണ്ട് നടന്ന് കണ്ടില്ല. ക്രൈസ്തവരുടെ എതിർപ്പിന്റെ പേരിൽ ചില കോൺഗ്രസ് വക്താക്കൾ സമുദായത്തിന് നേരെ നടത്തുന്ന നിന്ദനം കൂടുതൽ പേരെ കോൺഗ്രസ് വിരുദ്ധരാക്കുന്നുണ്ട്. ക്രൈസ്തവ നാമധാരികളായ വക്താക്കളാണ് ഈ നീക്കത്തിന് നിയോഗിക്കപ്പെടുന്നത്. ഇത്തരം വക്താക്കൾ വായടക്കുന്നത് നല്ലതായിരിക്കും. സുധാകരൻ പ്രവർത്തകരുടെ നേതാവാണ്. പാർട്ടിക്ക് വേണ്ടി അടിപിടി കേസുകളിൽ പെട്ടുപോകുന്നവരെ വരെ രക്ഷിക്കുന്ന നേതാവ്. ഇടുക്കിയിൽ നിഖിൽ പൈലിയുടെ കുത്തേറ്റ് മരിച്ച ധീരജിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഇരന്നു വാങ്ങിയ മരണം എന്ന സുധാകരന്റെ പ്രതികരണം തന്നെ ഉദാഹരണം.
അതുകൊണ്ട് മറ്റു പലരെയും കാൾ അണികളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. എങ്കിലും മുഖത്തു നോക്കി ചിരിക്കുന്നവരെല്ലാം സ്നേഹിതരാണെന്ന് കരുതരുത്. മുന്നിൽ വന്ന് പുകഴ്ത്തുന്നവരെല്ലാം നമുക്കൊപ്പം ഉണ്ടാകില്ല. 2021 KPCCയുടെ പുതിയ സാരഥിയായി കെ സുധാകരൻ ചുമതല ഏറ്റപ്പോൾ എല്ലാ വേദനയും ഉള്ളിലൊതുക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സുധാകരനും മനസ്സിലാകുന്നുണ്ടാവണം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും അപമാനകരമായി ഇറക്കിവിട്ടതിന്റെ സങ്കടം പ്രകടിപ്പിക്കുകയായിരുന്നു അന്ന് രമേശ്. അതിലൂടെ കോൺഗ്രസിലെ മാത്രമല്ല സമകാലീന കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായ സൂചന നൽകുകയായിരുന്നു. ഒരിക്കൽ കേരളത്തിലെ CPMന്റെ ആവേശമായിരുന്ന VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ഒരു യുവ കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞതായി കേരളം വായിച്ചതല്ലേ? സുധാകരനെ മാറ്റിയതിന്റെ പേരിൽ നിശ്ചയമായും വെള്ളാപ്പള്ളി നടേശൻ സമുദായം പറയും. മൂർച്ചയുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കാം. സാമുദായികമായി മാത്രം ചിന്തിക്കുന്നവരല്ല മലയാളികൾ എങ്കിലും അത്തരം ചിന്തയും കടന്നുവരാം. എല്ലാ പാർട്ടികളും അത് മുതലാക്കുകയും ചെയ്യും. മുള്ളമാർക്കും പെൻഷൻ കൊടുത്തെന്ന് പറഞ്ഞ കരുണാകരനെതിരെ ഹിന്ദു വർഗീയത വളർത്തി വോട്ട് പിടിച്ച സാക്ഷാൽ EMS പിന്നീട് സദ്ദാം ഹുസൈനെ ആയുധമാക്കി മുസ്ലിം വർഗീയത ഉപയോഗിച്ച് വോട്ട് പിടിച്ച കഥയുണ്ട്. താൻ മുസ്ലിം സ്ത്രീയുടെ വയറ്റിൽ ജനിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആവാത്തതെന്ന് വിലപിച്ച PSPയുടെ PK കുഞ്ഞും ഞാൻ ഈഴവ സ്ത്രീയുടെ വയറ്റിൽ ജനിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആവാത്തതെന്ന് വിലപിച്ച കോൺഗ്രസിലെ R ശങ്കറും കേരളത്തിലെ പ്രമുഖ നേതാക്കളായിരുന്നു. കേരളത്തിലെ 4 പ്രബല സമുദായങ്ങളിൽ ഈഴവർ ശങ്കറിന്റെ കാലത്തിന് ശേഷം കോൺഗ്രസിനെ കാര്യമായി സഹായിച്ചിട്ടില്ല. 2011 ഉമ്മൻചാണ്ടിക്ക് നിയമസഭാ കക്ഷിയിലുണ്ടായിരുന്ന മുഴുവൻ ഈഴവരെയും മന്ത്രിസഭയിൽ എടുക്കേണ്ടി വന്നു. അത്രയും പേരാണ് ജയിച്ചത്. ഈഴവ കേന്ദ്രങ്ങളിൽ ഈഴവരായ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാതിരുന്നതല്ല കാരണം, പിന്നെയോ അവർ തോറ്റതാണ് പ്രശ്നമായത്. എന്നിട്ടും അടൂർ പ്രകാശിൽ നിന്നും റവന്യൂ വകുപ്പ് മാറ്റാൻ നീക്കം ഉണ്ടായപ്പോൾ വെള്ളാപ്പള്ളി പരസ്യ പ്രസ്താവനകളുമായി കളത്തിലിറങ്ങി. മുസ്ലിം സമുദായം മുസ്ലിം ലീഗിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. കോൺഗ്രസിൽ വിശ്വസിക്കുന്നവർ കുറയും. നായർ ക്രൈസ്തവ സമുദായങ്ങളാണ് കോൺഗ്രസിനെ ഏറെ പിന്തുണയ്ക്കുന്നത്. ക്രൈസ്തവരിൽ യാക്കോബായക്കാർക്ക് ഇടത്താണ് കൂടുതൽ കൂറ്. അവരുടെ കാര്യത്തിൽ പിണറായി അതുപോലെ കളിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം സമുദായമായ ഓർത്തഡോക്സുകാർ 2011 2016 UDFനെ വാരി. അതാണ് അവരുടെ സമുദായ സ്നേഹം. ഈ മേഖലയിൽ കത്തോലിക്കരാണ് മുന്നണിയുടെ വിജയത്തിന് കാരണമായ പ്രബല സമുദായം. നിങ്ങൾ വോട്ട് ചെയ്യുക, മറ്റ് സമുദായക്കാർ ഭരിച്ചോളാം എന്ന മട്ടിലാണ് പല കോൺഗ്രസ് നേതാക്കളും ആ സമുദായത്തെ പരിഗണിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന സമീപനം പലരുടെയും വാക്കുകളിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ടൈം കൂടി ഇടതുമുന്നണി ഭരിച്ചാൽ എന്തെന്ന ചിന്ത ഈ സമുദായങ്ങൾക്ക് വന്നു കൂടായികയില്ല. അതിലേക്ക് നയിക്കുന്ന വാക്കുകളും പ്രവർത്തികളും ഉണ്ടാകുന്നതിന് UDFും കോൺഗ്രസും വില കൊടുക്കേണ്ടി വരും. ആരെയും ഇല്ലാതാക്കി വലുതാക്കാനല്ല, എല്ലാവരും നന്നാക്കാനുള്ള നീക്കമാണ് ഗുണം ചെയ്യുക. ഒതുക്കാൻ നോക്കരുത്, നശിക്കും. പുതിയ തലമുറ ഒട്ടും നോക്കരുത്, വല്ലാത്ത ദുരന്തമാവും ഫലം. സ്വപ്നങ്ങളെല്ലാം അകാലത്തിൽ പൊലിയും. പഴയ തലമുറ വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ വംശനാശവും ഫലം. അതാണ് ചരിത്രം തരുന്ന പാഠം. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഒതുക്കി ആളാകുവാൻ ചിലർ നടത്തിയ കളികൾ കൂടിയല്ലേ പിണറായിക്ക് ഭരണവും തുടർഭരണവും ഉറപ്പാക്കിയത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ലീഗിന്റെ 5ാം മന്ത്രി വിവാദം വന്നപ്പോൾ ആര്യാടൻ മുഹമ്മദ് പാർട്ടി യോഗത്തിൽ നടത്തിയ ഒരു പ്രവചനമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും ഉമ്മൻചാണ്ടി എന്നായിരുന്നു ആ വാക്കുകൾ. ആ വാക്കുകൾ നിറവേറുന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒതുക്കാൻ നോക്കിയവരെല്ലാം ഒതുങ്ങിയ കഥയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. PT ചാക്കോയെ ഒതുക്കാൻ നോക്കിയ ശങ്കറിൽ തുടങ്ങാം ആ പുരാണം. പിന്നീട് ശങ്കർ ഒന്നുമായില്ല. ആ വേദനയിൽ നിന്നും ഉണ്ടായ കേരള കോൺഗ്രസ് ഇങ്ങനെ ആയത് ഒതുക്കാൻ നോക്കി ഒതുങ്ങിയതിന്റെ കഥകളല്ലേ. 126 അംഗ നിയമസഭയിൽ 25 അംഗങ്ങളെ ജയിപ്പിച്ചു വന്ന പാർട്ടി ഇന്ന് വല്ലവരുടെയും ഔദാര്യത്തിൽ കഴിയുന്ന സ്ഥിതിയിലെത്തിയത് അതുകൊണ്ടല്ലേ.
1960 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കൂട്ടുകൂടിയ ലീഗിനെ തൊപ്പി ഊരിച്ച കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുന്നത് 1979 ലീഗ് നേതാവ് CH മുഹമ്മദ് കോയയെ മുഖ്യമന്ത്രി ആക്കിയായിരുന്നു. അന്ന് കേരളത്തിൽ ഒരു പാർട്ടിയും കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടാതിരുന്ന കരുണാകരന്റെ ഇന്ദിരാ കോൺഗ്രസിന് കൊള്ളാവുന്ന ഒരു കൂട്ട് കിട്ടിയത് അങ്ങനെയാണ്. ഇന്ന് ലീഗല്ലേ കോൺഗ്രസ് മുന്നണിയിലെ വൻ ശക്തി. 1964 CPIയെ ഒതുക്കാൻ കളിച്ച EMS അവരുടെ പിന്തുണയോടെയാണ് മുഖ്യമന്ത്രിയായത്. അവിടെ ഇരുന്ന EMSനെ ഒതുക്കി പുതിയ മുന്നണി ഉണ്ടാക്കി 1969 മുഖ്യമന്ത്രി പദം നേടിയ CPI അവസാനം 1979 സമസ്ത അപരാധങ്ങൾക്കും മാപ്പ് പറഞ്ഞ് ക്ലീൻ സ്ലേറ്റിൽ എഴുതിയാണ് രക്ഷപ്പെട്ടത്. 1967 പ്രമുഖർ മടിച്ച കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതൃത്വ പദവി ഏറ്റെടുത്ത കരുണാകരൻ CHനെ അടക്കം പലരെയും ഉയർത്തിയ കളികളിലൂടെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായത്. സ്വന്തം പദവി ഉറപ്പിക്കാൻ ആന്റണിയെയും കൂടെ നിന്ന നേതാക്കളെയും ഒതുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം വീണു. തിരിച്ചു വരാനാവാത്ത വീഴ്ച. ആന്റണി 3ാം വട്ടം കേരള മുഖ്യമന്ത്രിയും 10 വർഷം കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ആയി. കരുണാകരൻ ഒരു പദവിയുമില്ലാതെ മരിച്ചു. കരുണാകരനെതിരെ കേരളത്തിലെ കോൺഗ്രസിൽ നടന്ന എല്ലാ കളികൾക്കും നേതൃത്വം കൊടുത്ത ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയാകാൻ 2003 വരെ കാത്തിരിക്കേണ്ടി വന്നു. കളി ജയിച്ചപ്പോഴെല്ലാം ട്രോഫി വാങ്ങാൻ നോൺ പേയിങ് ക്യാപ്റ്റൻ ഡൽഹിയിൽ നിന്നും എത്തി സാക്ഷാൽ ആന്റണി. അവസാനം ആർക്കും തടസ്സം പറയാനാവാതെ അദ്ദേഹം തികച്ചും അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയായി. ആന്റണിക്കെതിരെ അദ്ദേഹം കളിച്ചിരുന്നു എന്ന് പിൻകാലത്ത് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നും ഉമ്മൻചാണ്ടി ആന്റണിയെ കുറ്റം പറയുന്നവരുടെ കൂടെ കൂടില്ല എന്നതായിരുന്നു സത്യം. പല സങ്കടവും മനസ്സിൽ ഉണ്ടെങ്കിലും 2011 അധികാരത്തിൽ തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടിയെ ഒതുക്കാൻ രമേശ് കളിച്ചു. മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി രമേശ് നടത്തിയ കളികളല്ലേ UDFനെ ഈ പരുവത്തിലെത്തിച്ചത്. മാണിക്കുണ്ടായ മുഖ്യമന്ത്രി മോഹത്തിന് തടയിടാൻ ബാർക്കോഴ ഭൂതത്തെ തുറന്നുവിട്ടു. സർവനാശമായിരുന്നു ഫലം. മാണിയെ ഒതുക്കാനുള്ള കളിക്ക് ഉമ്മൻചാണ്ടിയും കൂട്ടുനിന്നു. അതിന് ഒരു അതിജീവന ന്യായം പറയാമെങ്കിലും അന്ന് മാണിക്ക് 6 മാസത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ ജനാധിപത്യ മുന്നണി തയ്യാറായിരുന്നെങ്കിൽ എന്ന് പല നിരീക്ഷകരും ആഗ്രഹിക്കാറുണ്ട്. 2015 രമേശ് മത്സരിച്ചത് പോലും 2020 മുഖ്യമന്ത്രിയാകുവാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ലക്ഷ്യം വെച്ചായിരുന്നു എന്നല്ലേ പിന്നാമ്പുറ കഥകൾ. ഇനി ഇടത്തേക്ക് വരാം. 1980 മുഖ്യമന്ത്രിയായ നായനാരെ മുന്നണിയിൽ വെള്ളം കുടിപ്പിക്കും വിധം പാർട്ടിക്കാരെ ഇളക്കിവിട്ട് കോൺഗ്രസ് ഓഫീസ് പോലും തകർത്തതിന് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ VS ആയിരുന്നില്ലേ? 1987 അധികാരത്തിൽ തിരിച്ചെത്തിയ നായനാരെ ഒരു വർഷം കൂടി കാലാവധി നിൽക്കെ 1991 തെരഞ്ഞെടുപ്പിന് പോകാൻ നിർബന്ധിച്ചതും VSന്റെ മുഖ്യമന്ത്രി പദവി കൊതിയായിരുന്നില്ലേ? 1991 പക്ഷേ ജനം തെരഞ്ഞെടുത്തത് കരുണാകരനെ ആയിരുന്നു. 1996 പക്ഷേ ഇടതുമുന്നണി ജയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റു. അങ്ങനെ നായനാർ വീണ്ടും മുഖ്യമന്ത്രിയായി. 2001 VSനെ ഒതുക്കാൻ കളികളായി. ഇക്കുറി പലരെയും ഒതുക്കിയതുപോലെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു. സഖാക്കൾ ഇളകി മത്സരിച്ച് മുഖ്യമന്ത്രിയായി. 2011 സീറ്റ് നിഷേധിക്കാൻ നോക്കി. പക്ഷേ നടന്നില്ല. പ്രതിപക്ഷ നേതാവായി. ഒതുക്കാൻ നോക്കിയവർ ഒതുങ്ങി. 2016 മത്സരിച്ചു. പക്ഷേ പിണറായി ആയി മുഖ്യമന്ത്രി. ക്യാബിനറ്റ് റാങ്കുള്ള പദവി നേടി വിശ്രമത്തിലേക്ക് മടങ്ങി. ഇതെല്ലാം കാവ്യനീതികളാവും. സുധാകരനെയോ മുരളിയെയോ രമേശിനെയോ ഒതുക്കി കോൺഗ്രസിനെ രക്ഷിക്കാം എന്ന് കരുതിയാൽ മൗഢ്യമാവും. കളി വല്ലാതെ പാളും. ഹൈക്കമാൻഡിന് ആരെയും രക്ഷിക്കാനാവാതെ വരും. ചിലരെ ഒതുക്കാൻ പുറത്തെടുക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടുകളും അധികാരവും പാർട്ടിയെ എവിടെയാവും എത്തിക്കുക എന്നതിന്റെ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശ്. അവിടെ തെലുങ്ക് ദേശത്തെ പുറത്താക്കി അധികാരം പിടിച്ച രാജശേഖര റെഡ്ഡി അപകടത്തിൽ മരിച്ചപ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചവരെല്ലാം മുന്നോട്ട് വെച്ച നേതാവ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗമോഹൻ റെഡ്ഡിയായിരുന്നു. കുടുംബവാഴ്ച പറ്റില്ല എന്ന് കേൾക്കാൻ ഇമ്പമുള്ള ന്യായം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി പകരം മുതിർന്ന നേതാവ്
റൊസയ്യയെ പിന്നീട് യുവനേതാവ് കിരൺ കുമാർ റെഡ്ഡിയെയും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കി. ആന്ധ്രയിലെ കോൺഗ്രസ് തീരുകയായിരുന്നു. ജനവികാരം മനസ്സിലായ MLA മാർ പാർട്ടി വിട്ടു. ജഗൻ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി ആന്ധ്ര ഭരിച്ചു. അതോടെ കുടുംബത്തിൽ തമ്മിത്തല്ലായി. സഹോദരി YS ശർമിള അമ്മ തന്ത്രശാലിയായ YS വിജയമ്മയ്ക്കൊപ്പം കോൺഗ്രസിൽ തിരിച്ചെത്തി. ശർമിള ഇപ്പോൾ PCC അധ്യക്ഷയാണ്. അതോടെ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗൻ തോറ്റു. ജഗൻ കോൺഗ്രസുമായി ഉടക്കിയ കാലത്ത് മകനോട് കോൺഗ്രസ് പാർട്ടിക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ജഗൻമോഹനോട് ഉപദേശിക്കണമെന്നാവശ്യപ്പെടാൻ രാജശേഖര റെഡ്ഡിയുടെ ഭാര്യ വിജയമ്മയെ സോണിയാഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചു. വിജയമ്മ മുഖത്തടിക്കും പോലെ സോണിയോട് ചോദിച്ചു, ഈ നീതി രാഹുലിന്റെ കാര്യത്തിൽ നടപ്പാക്കാമോ? ഞെട്ടിപ്പോയി സോണിയ. അന്ന് നാട് ഭരിക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. മൻമോഹൻ സിംഗിനെ പോലെ സൗമ്യനായ ഒരു പ്രധാനമന്ത്രിയുടെ സർക്കാർ അവതരിപ്പിച്ച ബിൽ പരസ്യമായി കീറിയെറിഞ്ഞ് രാഹുൽ വാർത്തകളിൽ നിറയുന്ന കാലം. കിരീടം ഇല്ലാത്ത രാജകുമാരൻ. പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റായി. ഇന്ന് ഖാർഗെയാണ് അധ്യക്ഷൻ. പക്ഷേ കോൺഗ്രസിലെ എല്ലാ അധികാരവും രാഹുൽ വിനിയോഗിക്കുന്നു. പ്രിയങ്കയുടെ ഭർത്താവ് വാദ്രയും പലതും പറഞ്ഞു തുടങ്ങി. ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് ആസിഫ് സർദാരിയാണ് ഓർമ്മയിൽ വരുന്നത്. രാഹുലിനും പ്രിയങ്കയ്ക്കും ടൈം പാസ് പോലെയാണ് രാഷ്ട്രീയം. അവർക്ക് വിദേശ യാത്രകളും ഉല്ലാസങ്ങളുമാണ് ഒന്നാം സ്ഥാനത്ത്. കടുത്ത ആദർശക്കാരനായ കോൺഗ്രസിന്റെ കേരളത്തിലെ പുതിയ നേതൃത്വവും കാണിക്കുന്നത് ഇരട്ട നീതിയാണെന്ന് ആർക്കും തോന്നിപ്പോകും. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലിനെതിരെ പ്രതികരിച്ച ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ PS പ്രശാന്തിനെ പുറത്താക്കിയ പാർട്ടി നേതൃത്വം എന്തേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ ഉണ്ണിത്താനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം പ്രസക്തമല്ലേ? പ്രശാന്ത് ഇന്ന് CPM-ലെത്തി ദേവസ്വം ബോർഡ് ചെയർമാനായി. കോൺഗ്രസ് വിട്ടാലും താവളങ്ങൾ ഉണ്ട്. മുഖ്യമന്ത്രി പദമോഹികളോ അവരുടെ പിണിയാളുകളോ സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ നടത്തിയ നേതൃമാറ്റ കളികളൊന്നും ജനം അംഗീകരിച്ച ചരിത്രം കേരളത്തിലില്ല. 1991 നായനാരെ മാറ്റി മുഖ്യമന്ത്രിയാകുവാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷം നേരത്തെ നടത്തിച്ച അക്കാലത്തെ പാർട്ടി സെക്രട്ടറി VS അച്യുതാനന്ദന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായെങ്കിലും ഇടതുമുന്നണിയെ ജയിപ്പിക്കാനായില്ല. ഒരു വർഷം നേരത്തെ അധികാരം കരുണാകരന് കൈമാറേണ്ടി വന്നു എന്ന് മാത്രം. 1995 ജനാധിപത്യ മുന്നണിയുടെ നായകൻ കരുണാകരനെ മാറ്റി സാക്ഷാൽ AK ആന്റണി വന്നു. 1996 പക്ഷേ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും പച്ച തൊട്ടില്ല. അന്ന് ഇടതുമുന്നണി ജയിച്ചെങ്കിലും VS തോറ്റു. 2001 VS-ന് സീറ്റ് കിട്ടാൻ പോലും വിഷയമുണ്ടായി. അവസാനം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സീറ്റ് നേടി ആലപ്പുഴക്കാരൻ സഖാവ് പാലക്കാട് പോയി മത്സരിച്ചാണ് നിയമസഭയിലെത്തി 2006 മുഖ്യമന്ത്രിയായത്. 1996 പച്ച തൊടാതെ പോയ വലതു മുന്നണി സമസ്ത അപരാധങ്ങൾക്കും ജനത്തോട് മാപ്പ് പറഞ്ഞു. 2001 ഒറ്റക്കെട്ടായി ജനത്തെ നേരിട്ടപ്പോഴാണ് തിരിച്ചു വരാനായത്. ഇങ്ങനെ മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ച ആന്റണിയെ മാറ്റി 2003 ഉമ്മൻചാണ്ടി വന്നു. 2006 പക്ഷേ തൂത്തുവാരിയത് ഇടതുമുന്നണി. 2011 കേരളം പിടിച്ച ഉമ്മൻചാണ്ടിയെ ഒതുക്കാൻ 2016 ഗ്രൂപ്പിലും പാർട്ടിയിലും കളി നടന്നു. VM സുധീരനും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡും എല്ലാം കളിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിന് പഴയ കരുത്ത് ഇല്ലാത്തതുകൊണ്ടും ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിൽ ഏറെ ആശ്രയിക്കാത്ത മുഖ്യമന്ത്രി ആയതുകൊണ്ടും കളിയൊന്നും അത്ര വേഗം വിജയിച്ചില്ല. അദ്ദേഹം പിടിച്ചു നിന്നു. പക്ഷേ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയും സമുദായമായ ഓർത്തഡോക്സ് സഭയും എല്ലാം കളിച്ചു. 2016 പിണറായി അധികാരത്തിലെത്തി. പിന്നെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ അടക്കം വലിച്ചു വീഴ്ത്തപ്പെട്ട നേതാക്കന്മാരുടെ കണ്ണീരിനും ശാപത്തിനും ആർക്ക് പരിഹാരം ചെയ്യാനാവും? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ശക്തമായ പല അടിയൊഴുക്കുകളുടെയും കൃത്യമായ സൂചന തരുന്നതായിരുന്നു 2025 ജനുവരി 19 തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം. യോഗം പുറപ്പെടുവിച്ച പത്രക്കുറിപ്പിൽ പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ മാലോകർ അറിയുന്നതിനായി പാർട്ടിയിലെ ആൾക്കാർ തന്നെ പുറത്തുവിട്ടു. ഏറ്റവും പ്രധാനം പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ യോഗത്തിൽ നടന്ന രൂക്ഷമായ വിമർശനമാണ്.
കെ.സി. വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എ.പി. അനിൽകുമാറും ശൂരനാട് രാജശേഖരനും സതീഷിനെതിരെ നടത്തിയ വിമർശനങ്ങളുടെ വിവരം വള്ളി പുള്ളി വിടാതെ മാധ്യമങ്ങൾക്കാകെ കിട്ടി. മന്ത്രിയായിരുന്ന അനിൽകുമാറിന്റെ വീട്ടിൽ വേണുവിന് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എത്രയാണ് കഥകൾ. സതീഷിനും സതീഷിന്റെ ഔദ്യോഗിക വസതിയിലെ ആൾക്കാർക്കും വല്ലാത്ത ധാർഷ്ട്യമാണെന്ന പ്രചരണം ഏറെ നാളായുണ്ട്. കരുണാകരൻ പോലും കാണിക്കാത്ത ധാർഷ്ട്യം സതീശൻ കാണിക്കുന്നു എന്ന പ്രചരണം നേരത്തെ ശക്തമാണ്. അത് യോഗത്തിൽ മറനീക്കി പുറത്തു വന്നു. സതീഷിനെതിരെ പണി കൊടുക്കാൻ ഉന്നത തലത്തിൽ തീരുമാനമായതായതാണ് നിരീക്ഷകർ കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയവും ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണിച്ച തന്റേടവും എല്ലാം കണ്ടവർക്ക് സതീഷിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് തോന്നിക്കാണും. പണ്ട് രമേശിനെ വെട്ടാൻ വേണു ഉപയോഗിച്ച വാൾ പുരയ്ക്ക് മുകളിലായെന്ന് വേണുവിനും തോന്നിയിരിക്കാം. എ.പി. അനിൽകുമാറും രാജശേഖരനും സതീഷിനെ കടന്നാക്രമിച്ചു. മുതിർന്ന നേതാക്കൾ കേട്ടിരുന്നു. ആവശ്യത്തിനായി എന്ന് വന്നപ്പോൾ വേണുഗോപാൽ ഇടപെട്ടു. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 63 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സതീശൻ തയ്യാറാക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന പ്രവൃത്തിരേഖ അവതരിപ്പിക്കാൻ സാധിച്ചില്ല. അക്കാര്യവും ചോർന്നു വന്നു. യുവ നേതാക്കളായ ഷാഫിയും വിഷ്ണുനാഥും സതീഷിനെ പ്രതിരോധിച്ചെന്നും അക്കാര്യം ചോർന്നില്ലെന്നുമാണ് പിന്നീട് ചോർന്നു വന്ന വാർത്ത. പിറ്റേന്ന് പത്രക്കാരെ കണ്ടപ്പോൾ സർവേ ഒന്നും നടന്നതായി തനിക്ക് അറിയില്ലെന്ന് രമേശ് ചെന്നിത്തലയോട് NSSും SNDPയും ചില മുസ്ലിം സംഘടനകളും അടുത്ത കാലത്ത് കാണിച്ച മമതയാണ് മുഖ്യമന്ത്രി വിവാദം ഉയർത്തിയത്. രമേശാണ് സതീഷിനേക്കാൾ ഭേദം എന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സമുദായ സംഘടനകൾ വാ തുറക്കുന്നു എന്നത് കൗതുകകരമാണ്. ഏതായാലും രമേശ് ഇപ്പോൾ കളിക്കളത്തിൽ സജീവമാണ്. ആപത്തുണ്ടാക്കുന്ന നീക്കമാണത് അദ്ദേഹത്തിനും പാർട്ടിക്കും. മുഖ്യമന്ത്രി ആകാനുള്ള രമേശിന്റെ തിടുക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാന കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിന്തുണ തേടി തന്നെ സമീപിച്ചതായി KM മാണി പിൻകാലത്ത് വെളിപ്പെടുത്തി. രമേശിന്റെ വിശ്വസ്തൻ INTUC നേതാവ് ചന്ദ്രശേഖരനായിരുന്നു ഹംസം. മാണി അതിന് കൂട്ടുനിൽക്കാതിരുന്നതിനാണ് മാണിക്കെതിരെ ബാർക്കോഴ കേസ് കൊണ്ടുവന്നതെന്ന് മാണി കരുതി. 2016 തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി തോൽക്കാനാണ് രമേശ് പരിശ്രമിച്ചതെന്നും ആക്ഷേപമുണ്ട്. അങ്ങനെയാണ് ജനാധിപത്യ മുന്നണി ഇങ്ങനെയായത്. 2001 ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് വീണ്ടും മുഖ്യമന്ത്രി ആകുവാൻ കരുണാകരൻ നടത്തിയ കളി അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കി. ആ പോരാട്ടത്തിൽ കരുണാകരന് ഒപ്പം നിന്നാണ് അന്നത്തെ KPCC അധ്യക്ഷൻ K. മുരളീധരനും ഇന്നത്തെ നിലയായത്. ആന്റണിയോട് കലഹിക്കാതെ ശാന്തമായി നിന്നിരുന്നു എങ്കിൽ ആന്റണി മാറുമ്പോൾ തർക്കമില്ലാതെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ് മുരളി. ഉമ്മൻചാണ്ടിയുടെ കഥയും പാഠമാണ്. 1978 ആന്റണി കോൺഗ്രസ് ഉണ്ടാക്കിയ കാലം മുതൽ ആ ഗ്രൂപ്പിന്റെ കിരീടം വയ്ക്കാത്ത നേതാവായിരുന്നു അദ്ദേഹം. 1980 ഇടത് മന്ത്രിസഭയിൽ ചേർന്നില്ല. 1982 കരുണാകരൻ മന്ത്രിസഭയിലും ചേർന്നില്ല. അന്ന് വയലാർ രവിക്കായിരുന്നു ആഭ്യന്തരം. കരുണാകരനുമായുള്ള പോരാട്ടത്തിൽ ആന്റണി പക്ഷത്തെ അദ്ദേഹം നയിച്ചു. കിരീടം മറ്റുള്ളവർ ധരിച്ചു. 1991 കരുണാകരൻ മന്ത്രിസഭയിൽ ചേർന്നു. പക്ഷേ കരുണാകരനുമായി പോരാടി രാജിവെച്ചു. കിരീടം ആന്റണിക്ക് കൊടുത്തു. അവസാനം 2004 എല്ലാവരും കൂടി ആ കിരീടം ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു. ശാന്തമായ കാത്തിരിപ്പിന് കിട്ടിയ സമ്മാനം. ഉമ്മൻചാണ്ടി സൗമ്യമായും ധീരമായും നയിച്ചു. പക്ഷേ പിന്നിൽ നിന്നും കുത്തിയപ്പോൾ വീണു മുന്നണിയും. പിന്നെ 10 വർഷത്തേക്ക് മുന്നണിക്ക് കയറാനായിട്ടില്ല. പന പുഴുക്കുകയാണ്. പക്ഷേ കാക്കയ്ക്ക് വായ്പുണ്ണു വരുന്ന മട്ടാണ്. രാഷ്ട്രീയക്കാരൻ അടുത്ത തെരഞ്ഞെടുപ്പ് വിജയവും രാഷ്ട്രീയ മീമാംസകൻ നാടിന്റെ നന്മയും നോക്കി നടപടികൾ എടുക്കുന്നു എന്ന് ശാസ്ത്രം. രാഷ്ട്രീയ മീമാംസകർക്ക് വംശനാശം വന്ന നാടായിട്ടുണ്ട് ഭാരതം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പാർട്ടിയോ അധികാരത്തിനായി എന്ത് കരുക്കളും നീക്കുന്നതും തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതും ഇപ്പോൾ ആരെയും അമ്പരപ്പിക്കുന്നില്ല. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മയേക്കാൾ അധികാരത്തിലെത്തുന്നതും അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നതും മാത്രമായി ഇന്നത്തെ രാഷ്ട്രീയ ശൈലി. അതുകൊണ്ട് അവർ പ്രഖ്യാപിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്കും അധികാരത്തിലെത്താനുള്ള ചവിട്ടുപടികൾ എന്നതിനപ്പുറം ആരും വില കൊടുക്കാറില്ല.
ബി.ജെ.പിയിലെ പലരുടെയും ഹിന്ദുത്വ നിലപാടുകൾക്കും കോൺഗ്രസ് CPM മുന്നണികളിലെ ന്യൂനപക്ഷ സഹായ സമീപനം, മതേതര സമീപനം തുടങ്ങിയ കള്ളപ്പേരുകളിലുള്ള മുസ്ലിം പ്രീണന നിലപാടുകൾക്കും പോലും ഇത്രയും ഒക്കെ ആത്മാർത്ഥത വായിച്ചെടുത്താൽ മതി. ഹിന്ദുക്കളിലെ വൻ ഭൂരിപക്ഷം BJPക്ക് ഒപ്പം ആയതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ കീശയിലാക്കുന്നതിനും കൂടെയുള്ള കുറെ ഹിന്ദുക്കളുടെയും പിന്നെ മറ്റ് സമുദായക്കാരുടെയും വോട്ട് സ്വന്തമാക്കുന്നതിനും ഉള്ള അടവുകൾ പ്രയോഗിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദികൾ കുരിശ് നശിപ്പിക്കുന്നതിനെതിരെ മാറത്തടിച്ചു കരയുന്ന CPM ഭരിക്കുന്ന കേരളത്തിൽ സർക്കാർ നേതൃത്വത്തിൽ കുരിശുകൾ നശിപ്പിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ സംഭവങ്ങളെക്കുറിച്ച് വല്ലാതെ വികാരം കൊള്ളുന്ന കോൺഗ്രസ് ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇവിടുത്തെ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. അതാണ് നാം എത്തി നിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ മുഖം. ഇവിടെ ആത്മാർത്ഥത, വിശ്വസ്തത തുടങ്ങിയ പദങ്ങളെല്ലാം അർത്ഥരഹിതങ്ങളാണ്. മുന്നേ നടക്കുന്നവനെ വലിച്ചിടാൻ അവസരം നോക്കുന്നവരാണ് ഏറെ, നേരിട്ട് അംഗം കുറിക്കുന്നവരല്ല. ചതിയൻ ചന്തുമാരാണ് അധികം. ഇങ്ങനെ വീണവരിൽ കോൺഗ്രസിലെ ഏറ്റവും പുതിയ മുഖമാണ് രമേശ് ചെന്നിത്തല. 2021 ജൂണിലാണ് അദ്ദേഹത്തെ വീഴ്ത്തിയതും പകരം സതീശൻ എത്തിയതും. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.